എല്ലാവർക്കും കേരള PSC എക്സാം വിന്നറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 2020 ഒക്ടോബർ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. കോവിഡ് രോഗമുക്തി നേടിയതിന് ശേഷവും രോഗബാധിതരിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുവരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം പോസ്റ്റ് കോവിഡ് ട്രീറ്റ്മെന്റ് ക്ലിനിക്കുകൾ ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. കോവിഡ് രോഗമുക്തി നേടിയതിനു ശേഷവും രോഗബാധിതരിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുവരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം പോസ്റ്റ് കോവിഡ് ട്രീറ്റ്മെന്റ് ക്ലിനിക്കുകൾ ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ്. ഗവൺമെന്റ് ജീവനക്കാർക്ക് സിനിമയിലും മറ്റ് ടെലിവിഷൻ പ്രോഗ്രാമുകളിലും അഭിനയിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടക. ഗവൺമെന്റ് ജീവനക്കാർക്ക് സിനിമയിലും മറ്റ് ടെലിവിഷൻ പ്രോഗ്രാമുകളിലും അഭിനയിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടക. അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത സർദാർ പട്ടേൽ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കെവാദിയ. അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത സർദാർ പട്ടേൽ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കെവാദിയ. 2020 ക്രിക്കറ്റിൽ 1000 സിക്സറുകൾ നേടിയ ആദ്യ താരം ക്രിസ് ഗെയിൽ. 2020 ക്രിക്കറ്റിൽ 1000 സിക്സറുകൾ നേടിയ ആദ്യ താരം ക്രിസ് ഗെയിൽ. 2020 പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭരണനിർവഹണ സംവിധാനമുള്ള സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് കേരളം. 2020 പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭരണനിർവഹണ സംവിധാനമുള്ള സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് കേരളം. 2020 ഒക്ടോബറിൽ യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവ് പന്ന ബയോസ്ഫിയർ റിസർവ്. 2020 ഒക്ടോബറിൽ യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവ് പന്ന ബയോസ്ഫിയർ റിസർവ്. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ജാതി വിവേചനം മറികടക്കുന്നതിന്റെ ഭാഗമായി മിശ്ര വിവാഹം ചെയ്യുന്നവർക്ക് 2.5 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച സംസ്ഥാനം ഒഡീഷ. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ജാതി വിവേചനം മറികടക്കുന്നതിന്റെ ഭാഗമായി മിശ്ര വിവാഹം ചെയ്യുന്നവർക്ക് 2.5 ലക്ഷം രൂപ പാരിതോഷം പ്രഖ്യാപിച്ച സംസ്ഥാനം ഒഡീഷ. സ്ഥിരം യാത്ര ചെയ്യേണ്ടവർക്ക് കൊറോണ കാലത്ത് സുരക്ഷിതമായ യാത്രാ സൗകര്യം ഒരുക്കുന്നതിനായി KSRTC ആവിഷ്കരിച്ച പ്രത്യേക സർവീസ് ബസ് ഓൺ ഡിമാൻഡ്. സ്ഥിരം യാത്ര ചെയ്യേണ്ടവർക്ക് കൊറോണ കാലത്ത് സുരക്ഷിതമായ യാത്രാ സൗകര്യം ഒരുക്കുന്നതിനായി KSRTC ആവിഷ്കരിച്ച പ്രത്യേക സർവീസ് ബസ് ഓൺ ഡിമാൻഡ്. മലയോര ഹൈവേയായ SH-59 കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ തണലൊരുക്കാനായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി തണൽ വീഥി. മലയോര ഹൈവേയായ SH-59 കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ തണലൊരുക്കാനായി വനം വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി തണൽ വീഥി. ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി രജിസ്ട്രേഷനു വേണ്ടി ധരണി എന്ന വെബ് പോർട്ടൽ ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? തെലങ്കാന. ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി രജിസ്ട്രേഷനു വേണ്ടി ധരണി എന്ന വെബ് പോർട്ടൽ ആരംഭിച്ചത് തെലങ്കാന. 2020 ജനുവരി 1 ആരംഭിക്കുന്ന KSRTCയുടെ ഉപകമ്പനി KSRTC സ്വിഫ്റ്റ്. 2021 ജനുവരി 1 ആരംഭിക്കുന്ന KSRTCയുടെ ഉപകമ്പനി KSRTC സ്വിഫ്റ്റ്. ഇന്ത്യയുടെ അടുത്ത മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനാകുന്നത് YK സിൻഹ. ഇന്ത്യയുടെ അടുത്ത മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനാകുന്നത് YK സിൻഹ. നെക്സ്റ്റ്, ഗിനിയയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ആൽഫ കോണ്ടെ. ഗിനിയയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആൽഫ കോണ്ടെ. ഇന്ത്യയിലെ ആദ്യത്തെ സാൻഡ് ഡൂൺ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഗോവ. ഇന്ത്യയിലെ ആദ്യത്തെ സാൻഡ് ഡൂൺ പാർക്ക് നിലവിൽ വരുന്നത് ഗോവ. കേരളത്തിൽ പൊതു സ്വകാര്യ പങ്കാളിത്ത വ്യവസ്ഥയിൽ KSRTCയുടെ ഹോളിഡേ ഹോം സ്ഥാപിക്കുന്നത് എവിടെയാണ്? ദേവികുളം.
കേരളത്തിൽ പൊതു സ്വകാര്യ പങ്കാളിത്ത വ്യവസ്ഥയിൽ KSRTCയുടെ ഹോളിഡേ ഹോം സ്ഥാപിക്കുന്നത് ദേവികുളം. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ സെൻസിറ്റീവ് ആസ്ട്രോ ടൂറിസം പ്രോജക്റ്റ് നിലവിൽ വരുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ സെൻസിറ്റീവ് ആസ്ട്രോ ടൂറിസം പ്രോജക്റ്റ് നിലവിൽ വരുന്ന ജില്ല കാസർഗോഡ്. വായിലെ അർബുദം കണ്ടെത്താൻ സഹായിക്കുന്ന ഓറൽ സ്കാൻ എന്ന ഉപകരണം വികസിപ്പിച്ചെടുത്ത കേരളത്തിലെ സ്ഥാപനം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി. വായിലെ അർബുദം കണ്ടെത്താൻ സഹായിക്കുന്ന ഓറൽ സ്കാൻ എന്ന ഉപകരണം വികസിപ്പിച്ചെടുത്ത കേരളത്തിലെ സ്ഥാപനം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി. 2020 ഒക്ടോബറിൽ ഗ്രാമപ്രദേശങ്ങളിൽ മൈക്രോ ATM സേവനം ആരംഭിച്ച സംസ്ഥാനം മേഘാലയ. 2020 ഒക്ടോബറിൽ ഗ്രാമപ്രദേശങ്ങളിൽ മൈക്രോ ATM സേവനം ആരംഭിച്ച സംസ്ഥാനം മേഘാലയ. 2020 ഒക്ടോബറിൽ വിയറ്റ്നാമിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മൊലാവ്. 2020 ഒക്ടോബറിൽ വിയറ്റ്നാമിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് മൊലാവ്. അടുത്തിടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രകാശനം ചെയ്ത ബിഗ് ഡേറ്റ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഡോക്ടർ VA അരുൺകുമാർ. അടുത്തിടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രകാശനം ചെയ്ത ബിഗ് ഡേറ്റ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഡോക്ടർ VA അരുൺകുമാർ. മലിനീകരണം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുന്നതിനായി ഡൽഹിയിൽ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഗ്രീൻ ഡൽഹി. മലിനീകരണം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനായി ഡൽഹിയിൽ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് ഗ്രീൻ ഡൽഹി. നെക്സ്റ്റ്, കേരളത്തിൽ പോർട്ട് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ആലപ്പുഴ. കേരളത്തിൽ പോർട്ട് മ്യൂസിയം നിലവിൽ വരുന്നത് ആലപ്പുഴ. 2020 നവംബർ 1 മുതൽ 16 ഇനം പച്ചക്കറികൾക്ക് തറവില അതായത് അടിസ്ഥാന വില നിശ്ചയിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. 2020 നവംബർ 1 മുതൽ 16 ഇനം പച്ചക്കറികൾക്ക് തറവില അല്ലെങ്കിൽ അടിസ്ഥാന വില നിശ്ചയിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്ക് നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? അസം. ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്ക് നിലവിൽ വരുന്നത് അസം. ഗവൺമെന്റ് സ്കൂളുകളിൽ സ്മാർട്ട് ബ്ലാക്ക് ബോർഡ് സ്കീം നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാട്. ഗവൺമെന്റ് സ്കൂളുകളിൽ സ്മാർട്ട് ബ്ലാക്ക് ബോർഡ് സ്കീം നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാട്. അനീമിയ മുക്ത് ഭാരത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഹരിയാന. അനീമിയ മുക്ത് ഭാരത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഹരിയാന. റിലയൻസ് ജിയോ ആരംഭിച്ച പുതിയ വെബ് ബ്രൗസർ ജിയോ പേജസ്. റിലയൻസ് ജിയോ ആരംഭിച്ച പുതിയ വെബ് ബ്രൗസർ ജിയോ പേജസ്. IPL തുടർച്ചയായ 2 മത്സരങ്ങൾ സെഞ്ചുറി നേടിയ ആദ്യ താരം ശിഖർ ധവാൻ. IPL തുടർച്ചയായ 2 മത്സരങ്ങളിൽ സെഞ്ചുറി നേടിയ ആദ്യ താരം ശിഖർ ധവാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഡിയാക് ഹോസ്പിറ്റൽ നിലവിൽ വരുന്നത് എവിടെയാണ്? അഹമ്മദാബാദ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഡിയാക് ഹോസ്പിറ്റൽ നിലവിൽ വരുന്നത് അഹമ്മദാബാദ്. സുകന്യ സമൃദ്ധി യോജന പദ്ധതിയുടെ ഭാഗമായി ഭാഗ്യലക്ഷ്മി സ്കീം ആരംഭിക്കുന്ന സംസ്ഥാനം കർണാടക. സുകന്യ സമൃദ്ധി യോജന പദ്ധതിയുടെ ഭാഗമായി ഭാഗ്യലക്ഷ്മി സ്കീം ആരംഭിക്കുന്ന സംസ്ഥാനം കർണാടക. ഉത്തരാഖണ്ഡിലെ ആദ്യ റാംസാർ സൈറ്റ് അസൻ കൺസർവേഷൻ റിസർവ്. ഉത്തരാഖണ്ഡിലെ ആദ്യ റാംസാർ സൈറ്റ് അസൻ കൺസർവേഷൻ റിസർവ്. IMFൽ അംഗമായ 190ാമത്തെ രാജ്യം അൻഡോറ. IMFൽ അംഗമായ 190ാമത്തെ രാജ്യം അൻഡോറ. ഏറ്റവും കൂടുതൽ ഫോർമുല 1 റേസ് വിജയങ്ങൾ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ലൂയിസ് ഹാമിൽട്ടൺ. ഏറ്റവും കൂടുതൽ ഫോർമുല 1 റേസ് വിജയങ്ങൾ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ലൂയിസ് ഹാമിൽട്ടൺ. ഒരു മോതിരത്തിൽ 7801 വജ്രങ്ങൾ പതിപ്പിച്ച് ലോക റെക്കോർഡ് നേടിയ ഇന്ത്യക്കാരൻ കൊട്ടി ശ്രീകാന്ത്. ഒരു മോതിരത്തിൽ 7801 വജ്രങ്ങൾ പതിപ്പിച്ച് ലോക റെക്കോർഡ് നേടിയ ഇന്ത്യക്കാരൻ
കൊട്ടി ശ്രീകാന്ത്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ മത്സ്യ പ്രജനന വിത്തുൽപാദന കേന്ദ്രം, അതറിയപ്പെടുന്നത് ബ്രൂഡ് ബാങ്ക് എന്നാണ്. അത് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? വിഴിഞ്ഞം. ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ മത്സ്യ പ്രജനന വിത്തുൽപാദന കേന്ദ്രം ബ്രൂഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് വിഴിഞ്ഞം. 2020 ഒക്ടോബറിൽ നടന്ന ഇന്ത്യ ശ്രീലങ്ക സംയുക്ത നാവിക അഭ്യാസം സ്ലിനെക്സ് 20. 2020 ഒക്ടോബറിൽ നടന്ന ഇന്ത്യ ശ്രീലങ്ക സംയുക്ത നാവിക അഭ്യാസം സ്ലിനെക്സ് 20. ചന്ദ്രനിൽ 4G നെറ്റ്വർക്ക് സ്ഥാപിക്കാൻ നാസയുമായി സഹകരിക്കുന്ന കമ്പനി നോക്കിയ. ചന്ദ്രനിൽ 4G നെറ്റ്വർക്ക് സ്ഥാപിക്കാൻ നാസയുമായി സഹകരിക്കുന്ന കമ്പനി നോക്കിയ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 200 മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന ആദ്യ താരം MS ധോണി. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 200 മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന ആദ്യ താരം MS ധോണി. ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം മുത്തയ്യ മുരളീധരന്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന സിനിമ 800. ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം മുത്തയ്യ മുരളീധരന്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന സിനിമ 800. കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് കരവാരം. കേരളത്തിലെ ആദ്യത്തെ ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് കരവാരം. സംസ്ഥാന ബാല സംരക്ഷണ കമ്മീഷന്റെ ബാലസൗഹൃദം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ഗോപിനാഥ് മുതുകാട്. സംസ്ഥാന ബാലസംരക്ഷണ കമ്മീഷന്റെ ബാലസൗഹൃദം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ഗോപിനാഥ് മുതുകാട്. 2020 നടക്കുന്ന മലബാർ നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ജപ്പാൻ, US, ഓസ്ട്രേലിയ. 2020 നടക്കുന്ന മലബാർ നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ജപ്പാൻ, US, ഓസ്ട്രേലിയ. 2020 ഒക്ടോബറിൽ സ്ത്രീ സുരക്ഷയ്ക്കായി മിഷൻ ശക്തി എന്ന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. 2020 ഒക്ടോബറിൽ സ്ത്രീ സുരക്ഷയ്ക്കായി മിഷൻ ശക്തി എന്ന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. കേരളത്തിൽ നിർമ്മിച്ച ഈ ഓട്ടോ ആയ നീംജി കയറ്റുമതി ചെയ്യുന്നത് ഏത് രാജ്യത്തേക്കാണ്? നേപ്പാൾ. കേരളത്തിൽ നിർമ്മിച്ച ഈ ഓട്ടോ ആയ നീംജി കയറ്റുമതി ചെയ്യുന്നത് ഏത് രാജ്യത്തേക്കാണ്? നേപ്പാൾ. 2020 ഒക്ടോബറിൽ ഹോം ഗാർഡ് നിയമത്തിൽ സ്ത്രീകൾക്ക് 30% സംവരണം അനുവദിച്ച സംസ്ഥാനം കേരളം. 2020 ഒക്ടോബറിൽ ഹോം ഗാർഡ് നിയമനത്തിൽ സ്ത്രീകൾക്ക് 30% സംവരണം അനുവദിച്ച സംസ്ഥാനം കേരളം. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ആദ്യ സംസ്ഥാനം പഞ്ചാബ്. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ആദ്യ സംസ്ഥാനം പഞ്ചാബ്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി വീണ്ടും നിയമിതനായത് അജയ് കുമാർ ഭല്ല. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി വീണ്ടും നിയമിതനായത് അജയ് കുമാർ ഭല്ല. 15ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായ NK സിൻഹയുടെ ആത്മകഥ പോർട്രേറ്റ്സ് ഓഫ് പവർ, ഹാഫ് എ സെഞ്ചുറി ഓഫ് ബീയിങ് അറ്റ് റിംഗ് സൈഡ്. 15ാമത് ധനകാര്യ കമ്മീഷനാണ് NK സിംഗ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് പോർട്രേറ്റ്സ് ഓഫ് പവർ, ഹാഫ് എ സെഞ്ചുറി ഓഫ് ബീയിങ് അറ്റ് റിംഗ് സൈഡ്. ലാൻഡ് സൈറ്റ് ജേണലിന്റെ 2020 പഠന റിപ്പോർട്ടുകൾ പ്രകാരം ശരാശരി ആയുർദൈർഘ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളം. അപ്പോൾ ലാൻഡ് സൈറ്റ് ജേണലിന്റെ 2020 പഠന റിപ്പോർട്ടുകൾ പ്രകാരം ശരാശരി ആയുർദൈർഘ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. 2020 ഒക്ടോബറിൽ അന്തരിച്ച ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യ വനിതാ ഓഫീസർ ഡോക്ടർ വിജയലക്ഷ്മി രമണൻ. 2020 ഒക്ടോബറിൽ അന്തരിച്ച ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യ വനിതാ ഓഫീസറാണ് ഡോക്ടർ വിജയലക്ഷ്മി രമണൻ. നെക്സ്റ്റ്, നാവിക ബന്ധം ദൃഢമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ മ്യാൻമാറിന് കൈമാറുന്ന മുങ്ങിക്കപ്പൽ INS സിന്ധുവീർ. നാവിക ബന്ധം ദൃഢമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ മ്യാൻമാറിന് കൈമാറുന്ന മുങ്ങിക്കപ്പൽ INS സിന്ധുവീർ. ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം
ഇന്ത്യ. ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഇന്ത്യ. 2020 ലോക വിദ്യാർത്ഥി ദിനത്തിന്റെ പ്രമേയം ലേണിംഗ് ഫോർ പീപ്പിൾ, പ്ലാനറ്റ്, പ്രോസ്പെരിറ്റി ആൻഡ് പീസ്. 2020 ലോക വിദ്യാർത്ഥി ദിനത്തിന്റെ പ്രമേയം ലേണിംഗ് ഫോർ പീപ്പിൾ, പ്ലാനറ്റ്, പ്രോസ്പെരിറ്റി ആൻഡ് പീസ്. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളുടെ റോഡ് നികുതി ഒഴിവാക്കിയ സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ന്യൂഡൽഹി. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളുടെ റോഡ് നികുതി ഒഴിവാക്കിയ കേന്ദ്രഭരണ പ്രദേശം ന്യൂഡൽഹി. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ജസിൻഡ അർഡേൻ. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ജസിൻഡ അർഡേൻ. 2020 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 94. 2020 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 94. കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹാർദ്ദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴയ്ക്കൽ. കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹാർദ്ദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴയ്ക്കൽ. യുനെസ്കോയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനാകുന്നത് വിശാൽ വി ശർമ്മ. യുനെസ്കോയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനാകുന്നത് വിശാൽ വി ശർമ്മ. 2020 ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്കിനുള്ള പുരസ്കാരം നേടിയത് ബാങ്ക് ഓഫ് ഘാന. 2020 ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്കിനുള്ള പുരസ്കാരം നേടിയത് ബാങ്ക് ഓഫ് ഘാന. ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ശശി തരൂർ. ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ശശി തരൂർ. 2020 ലോക ഭക്ഷ്യദിനം. എന്നാണ് ലോക ഭക്ഷ്യദിനം? ഒക്ടോബർ 16. അതിന്റെ പ്രമേയമാണ് ഗ്രോ, നറിഷ്, സസ്റ്റെയിൻ ടുഗദർ. 2020 ലോക ഭക്ഷ്യദിനത്തിന്റെ പ്രമേയം ഗ്രോ, നറിഷ്, സസ്റ്റെയിൻ ടുഗദർ. 2020 വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ഐശ്വര്യ ശ്രീധർ. 2020 വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ഐശ്വര്യ ശ്രീധർ. കേരളത്തിൽ ആദ്യമായി നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്നത് ഏത് കായലിലാണ്? ആക്കുളം കായൽ. കേരളത്തിൽ ആദ്യമായി നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്നത് ആക്കുളം കായൽ. 2020 അന്താരാഷ്ട്ര ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം. ഒക്ടോബർ 17 ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം. അതിന്റെ പ്രമേയം ആക്ടിംഗ് ടുഗദർ ടു അച്ചീവ് സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ജസ്റ്റിസ് ഫോർ ഓൾ. 2020 അന്താരാഷ്ട്ര ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനത്തിന്റെ പ്രമേയം ആക്ടിംഗ് ടുഗദർ ടു അച്ചീവ് സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ജസ്റ്റിസ് ഫോർ ഓൾ. 50ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ഗായകൻ നജീം അർഷാദ്. 50ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ഗായകൻ നജീം അർഷാദ്. 50ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ഗായിക മധുശ്രീ നാരായണൻ. 50ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ഗായിക മധുശ്രീ നാരായണൻ. 50ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സ്വഭാവ നടൻ ഫഹദ് ഫാസിൽ. 50ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സ്വഭാവ നടൻ ഫഹദ് ഫാസിൽ. 50ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സ്വഭാവ നടി സ്വാസിക. 50ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സ്വഭാവ നടി സ്വാസിക. 50ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം. 50ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം. 50ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ഗാനരചയിതാവ് സുജേഷ് ഹരി. 50ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ഗാനരചയിതാവ് സുജേഷ് ഹരി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ ക്രൂയിസ് മിസൈൽ നിർഭയ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ ക്രൂയിസ് മിസൈൽ നിർഭയ്. ഏത് KSRTC ഡിപ്പോയാണ് യാത്രക്കാർക്ക് ബസ്സുകളിൽ താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതി ആദ്യമായി നടപ്പിലാക്കുന്നത്?
മൂന്നാർ. ഏത് KSRTC ഡിപ്പോയാണ് യാത്രക്കാർക്ക് ബസ്സുകളിൽ താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതി ആദ്യമായി നടപ്പിലാക്കുന്നത്? മൂന്നാർ. പ്രിപ്പയറിംഗ് ഫോർ ഡെത്ത് ആരുടെ കൃതിയാണ്? അരുൺ ശൂരി. പ്രിപ്പയറിംഗ് ഫോർ ഡെത്ത് ആരുടെ കൃതിയാണ്? അരുൺ ശൂരി. സംസ്ഥാനത്തെ കർഷകരുടെ ഉന്നമനത്തിനായി ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? കേരളം. സംസ്ഥാനത്തെ കർഷകരുടെ ഉന്നമനത്തിനായി ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? കേരളം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല? തിരുവനന്തപുരം. ഫോർബ്സിന്റെ ഇന്ത്യയുടെ സമ്പന്നരുടെ പട്ടികയിൽ തുടർച്ചയായ 13-ാം വർഷവും ഒന്നാമതെത്തിയത്? മുകേഷ് അംബാനി. അപ്പോൾ ഫോർബ്സ് മാസികയിലെ ഇന്ത്യയിലെ സമ്പന്നരുടെ പട്ടികയിൽ തുടർച്ചയായ 13-ാം വർഷവും ഒന്നാമതെത്തിയത് മുകേഷ് അംബാനി. നാസ വിക്ഷേപിക്കുന്ന തമിഴ്നാട്ടിലെ 3 വിദ്യാർത്ഥികൾ ചേർന്ന് വികസിപ്പിച്ചെടുത്ത നാനോ സാറ്റലൈറ്റ്? ഇന്ത്യാസാറ്റ്. നാസ വിക്ഷേപിക്കുന്ന തമിഴ്നാട്ടിലെ 3 വിദ്യാർത്ഥികൾ ചേർന്ന് വികസിപ്പിച്ചെടുത്ത നാനോ സാറ്റലൈറ്റ്? ഇന്ത്യാസാറ്റ്. ഏഴാച്ചേരി രാമചന്ദ്രനെ 2020 വയലാർ അവാർഡിന് അർഹനാക്കിയ കൃതി? ഒരു വിർജീനിയൻ വേൽക്കാലം. ഇപ്പൊ 2020 വയലാർ അവാർഡ് ഏഴാച്ചേരി രാമചന്ദ്രനായിരുന്നു. അദ്ദേഹത്തിന്റെ കൃതിയാണ് ഒരു വിർജീനിയൻ വെയിൽക്കാലം. സംസ്ഥാനത്തെ ക്വാറികളും ക്രഷറികളും ഈയിടെ വിജിലൻസ് നടത്തിയ റെയ്ഡ്? ഓപ്പറേഷൻ സ്റ്റോൺ വാൾ. സംസ്ഥാനത്തെ ക്വാറികളിലും ക്രഷറികളിലും ഈയിടെ വിജിലൻസ് നടത്തിയ റെയ്ഡ് അറിയപ്പെടുന്നതാണ് ഓപ്പറേഷൻ സ്റ്റോൺ വാൾ. ഇന്ത്യയിലെ ആദ്യ ബാഡ്മിന്റൺ ബ്രാൻഡായ ട്രാൻസ്ഫോമിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത്? ചേതൻ ആനന്ദ്. ഇന്ത്യയിലെ ആദ്യ ബാഡ്മിന്റൺ ബ്രാൻഡായ ട്രാൻസ്ഫോമിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ചേതൻ ആനന്ദ്. വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമാകുന്നത്? കേരളം. വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമാകുന്നത് കേരളം. 2020 ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം കിരീടം നേടിയത്? ഇഗ സ്വിയാതക്. 2020 ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം കിരീടം നേടിയത് ഇഗ സ്വിയാതക്. കേരളത്തിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്റർ നിലവിൽ വന്നത്? പാങ്ങപ്പാറ. കേരളത്തിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? പാങ്ങപ്പാറ. 2020 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്? റാഫേൽ നദാൽ. 2020 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾ കിരീടം നേടിയത് റാഫേൽ നദാൽ. 2020 സാമ്പത്തിക ശാസ്ത്ര നോബലിന് അർഹരായ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞർ? പോൾ ആർ മിൽഗ്രോം, റോബർട്ട് ബി വിൽസൺ. 2020 സാമ്പത്തിക ശാസ്ത്ര നോബലിന് അർഹരായ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരാണ് പോൾ ആർ മിൽഗ്രോം, റോബർട്ട് ബി വിൽസൺ. IPL 100 മത്സരങ്ങൾ തികയ്ക്കുന്ന ആദ്യ മലയാളി താരം? സഞ്ജു സാംസൺ. IPL 100 മത്സരങ്ങൾ തികയ്ക്കുന്ന ആദ്യ മലയാളി താരം സഞ്ജു സാംസൺ. പരിസ്ഥിതി സൗഹാർദ്ദ ബീച്ചുകൾക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് പദവി ലഭിച്ച കേരളത്തിലെ ബീച്ച്? കാപ്പാട് ബീച്ച്. പരിസ്ഥിതി സൗഹാർദ്ദ ബീച്ചുകൾക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് പദവി ലഭിച്ച കേരളത്തിലെ ബീച്ച്? കാപ്പാട് ബീച്ച്. 50ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരത്തിന് അർഹനായത്? സുരാജ് വെഞ്ഞാറമൂട്. 50ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയത് സുരാജ് വെഞ്ഞാറമൂട്. 50ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് കനി കുസൃതി. 50ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് കനി കുസൃതി. 50ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. 50ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. 50ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ
മികച്ച ചിത്രം വാസന്തി. 50ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം വാസന്തി. 2018 സംസ്ഥാന സർക്കാരിന്റെ രാജാ രവിവർമ്മ പുരസ്കാരം നേടിയത് പാരീസ് വിശ്വനാഥൻ. 2018 സംസ്ഥാന സർക്കാരിന്റെ രാജാ രവിവർമ്മ പുരസ്കാരം നേടിയത് പാരീസ് വിശ്വനാഥൻ. ഈയിടെ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്, അതായത് GI ടാഗ് ലഭിച്ച സിക്കിമിലെ മുളക് ദല്ലേ കുശാരാനി. ഈയിടെ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച സിക്കിമിലെ മുളകാണ് ദല്ലേ കുർസാനി. 2020 രസതന്ത്ര നോബലിന് അർഹരായത് ഇമ്മാനുവൽ ഷാംപെന്റിയർ, ജെന്നിഫർ ഡോസ്ന. 2020 രസതന്ത്ര നോബലിന് അർഹരായത് ഇമ്മാനുവൽ ഷാംപെന്റിയർ, ജെന്നിഫർ ഡോസ്ന. 2020 സാഹിത്യ നോബലിന് അർഹരായ അമേരിക്കൻ കവയത്രി ലൂയിസ് ഗ്ലക്ക്. 2020 സാഹിത്യ നോബലിന് അർഹയായ അമേരിക്കൻ കവയത്രി ലൂയിസ് ഗ്ലക്ക്. 2020 ബ്രിക്സ് സമ്മേളനത്തിന്റെ വേദി റഷ്യ. 2020 ബ്രിക്സ് സമ്മേളനത്തിന്റെ വേദി റഷ്യ. ഒരു ദിവസത്തേക്ക് ഫിൻലൻഡിന്റെ പ്രധാനമന്ത്രിയാവാൻ അവസരം ലഭിച്ച 16 വയസ്സുകാരി ആവാ മുർട്ടോ. ഒരു ദിവസത്തേക്ക് ഫിൻലൻഡിന്റെ പ്രധാനമന്ത്രിയാവാൻ അവസരം ലഭിച്ച 16 വയസ്സുകാരിയാണ് ആവാ മുർട്ടോ. കേരളത്തിൽ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച ഏറ്റവും നീളം കൂടിയ തുരങ്കപാത ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ആനക്കാംപൊയിൽ, കള്ളാടി, മേപ്പാടി. കേരളത്തിൽ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച ഏറ്റവും നീളം കൂടിയ തുരങ്കപാത ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ആനക്കാംപൊയിൽ, കള്ളാടി, മേപ്പാടി. റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് എം രാജേശ്വർ റാവു. റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് എം രാജേശ്വർ റാവു. 2020 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ സംഘടന ലോക ഭക്ഷ്യ പദ്ധതി. 2020 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ സംഘടന ലോക ഭക്ഷ്യ പദ്ധതി. 2020 ഒക്ടോബറിൽ അന്തരിച്ച ലോക് ജനശക്തി പാർട്ടി സ്ഥാപകനും കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുമായിരുന്ന വ്യക്തി രാം വിലാസ് പാസ്വാൻ. 2020 ഒക്ടോബറിൽ അന്തരിച്ച ലോക് ജനശക്തി പാർട്ടി സ്ഥാപകനും കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുമായിരുന്ന വ്യക്തി രാം വിലാസ് പാസ്വാൻ. മോസ്കോയുടെ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന ബ്രിക്സ് ചലച്ചിത്രോത്സവത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് കനി കുസൃതി. മോസ്കോ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന ബ്രിക്സ് ചലച്ചിത്രോത്സവത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് കനി കുസൃതി. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറായി നിയമിതനായത് ഡോക്ടർ PR മുബാരക് ഷാ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറായി നിയമിതനായത് ഡോക്ടർ PR മുബാരക് ഷാ. 2020 ഒക്ടോബറിൽ രാജ്യത്തെ ആദ്യ വാട്ടർ ടാക്സി സർവീസ് ആരംഭിക്കുന്നത് എവിടെയാണ്? ആലപ്പുഴയ്ക്കും വൈക്കത്തിനുമിടയിൽ. 2020 ഒക്ടോബറിൽ രാജ്യത്തെ ആദ്യ വാട്ടർ ടാക്സി സർവീസ് ആരംഭിക്കുന്നത് ആലപ്പുഴയ്ക്കും വൈക്കത്തിനുമിടയിൽ. രാംവിലാസ് പാസ്വാന്റെ വിയോഗത്തെ തുടർന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ അധിക ചുമതല ലഭിച്ചത് ആർക്കാണ്? പീയൂഷ് ഗോയൽ. രാംവിലാസ് പാസ്വാന്റെ വിയോഗത്തെ തുടർന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ അധിക ചുമതല ലഭിച്ചത് ആർക്കാണ്? പീയൂഷ് ഗോയൽ. അന്താരാഷ്ട്ര കോട്ടൺ വിപണിയിൽ ഇന്ത്യയുടെ പ്രീമിയം കോട്ടൺ അറിയപ്പെടാൻ പോകുന്നത് ഏതു പേരിലാണ്? കസ്തൂരി കോട്ടൺ. അന്താരാഷ്ട്ര കോട്ടൺ വിപണിയിൽ ഇന്ത്യയുടെ പ്രീമിയം കോട്ടൺ അറിയപ്പെടാൻ പോകുന്നത് ഏത് പേരിലാണ്? കസ്തൂരി കോട്ടൺ. 2020 വയലാർ അവാർഡ് നേടിയ സാഹിത്യകാരൻ ഏഴാച്ചേരി രാമചന്ദ്രൻ. 2020 വയലാർ അവാർഡ് നേടിയ സാഹിത്യകാരൻ ഏഴാച്ചേരി രാമചന്ദ്രൻ. നെക്സ്റ്റ്, പോസ്റ്റ് കാർഡ് ആരംഭിച്ച് 150 വർഷങ്ങൾ പിന്നിട്ടതിനെ തുടർന്ന് ആദ്യമായി ലോക പോസ്റ്റ് കാർഡ് ദിനം ആചരിച്ചതെന്ന്? 2020 ഒക്ടോബർ 1. പോസ്റ്റ് കാർഡ് ആരംഭിച്ച് 150 വർഷങ്ങൾ പിന്നിട്ടതിനെ തുടർന്ന് ആദ്യമായി ലോക പോസ്റ്റ് കാർഡ് ദിനം ആചരിച്ചത്
2020 ഒക്ടോബർ 1. 2020 ഒക്ടോബറിൽ അന്തരിച്ച അയൺ ലേഡി ഓഫ് മുംബൈ എന്നറിയപ്പെടുന്ന വ്യക്തി പുഷ്പ ഭാവേ. 2020 ഒക്ടോബറിൽ അന്തരിച്ച അയൺ ലേഡി ഓഫ് മുംബൈ എന്നറിയപ്പെടുന്ന വ്യക്തി പുഷ്പ ഭാവേ. ലോക അധ്യാപക ദിനം ഒക്ടോബർ 5. ലോക അധ്യാപക ദിനം ഒക്ടോബർ 5. ബോളിവുഡ് നടി പ്രിയങ്ക ചോപ്രയുടെ ആത്മകഥ അൺഫിനിഷ്ഡ്. ബോളിവുഡ് നടി പ്രിയങ്ക ചോപ്രയുടെ ആത്മകഥ അൺഫിനിഷ്ഡ്. T20 ക്രിക്കറ്റിൽ 9,000 റൺസ് തികച്ച ആദ്യ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി. T20 ക്രിക്കറ്റിൽ 9,000 റൺസ് തികച്ച ആദ്യ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി. 100% സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ആദ്യ വിമാനത്താവളം പുതുച്ചേരി എയർപോർട്ട്. 100% സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ആദ്യ വിമാനത്താവളം പുതുച്ചേരി എയർപോർട്ട്. 2020 ഒക്ടോബറിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച അന്തർവാഹിനികളിൽ നിന്ന് സൂപ്പർസോണിക് മിസൈലിന്റെ സഹായത്തോടെ തൊടുക്കാവുന്ന ടോർപിഡോ സ്മാർട്ട്. നിറക്കൂട്ടുകളില്ലാതെ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഡെന്നിസ് ജോസഫ്. നിറക്കൂട്ടുകളില്ലാതെ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഡെന്നിസ് ജോസഫ്. ഈയിടെ അന്തരിച്ച കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത KK ഉഷ. ഈയിടെ അന്തരിച്ച കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത KK ഉഷ. 2020 ഭൗതിക ശാസ്ത്ര നോബലിന് അർഹരായത് റോജർ പെൻറോസ്, റെയിൻഗാർഡ് ജെൻസൽ, ആൻഡ്രിയ ഘേസ്. 2020 ഭൗതിക ശാസ്ത്ര നോബലിന് അർഹരായത് റോജർ പെൻറോസ്, റെയിൻഗാർഡ് ജെൻസൽ, ആൻഡ്രിയ ഘേസ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ദിനേശ് കുമാർ ഖാര. SBIയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ദിനേശ് കുമാർ ഖാര. നെക്സ്റ്റ്, 2020 സെപ്റ്റംബറിൽ ഏത് സൂപ്പർസോണിക് ക്രൂസ് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പിന്റെ പരീക്ഷണമാണ് ഒഡീഷയിലെ ചാന്ദിപ്പൂരിൽ നടത്തിയത്? ബ്രഹ്മോസ്. 2020 സെപ്റ്റംബറിൽ ഏത് സൂപ്പർസോണിക് ക്രൂസ് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പിന്റെ പരീക്ഷണമാണ് ഒഡീഷയിലെ ചാന്ദിപ്പൂരിൽ നടന്നത്? ബ്രഹ്മോസ്. വനിതകളുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുന്നതിനായി സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ ആരംഭിച്ച പ്രോജക്റ്റ് ഓപ്പറേഷൻ മൈ സഹേലി. ഇന്ത്യയിലെ വനിതകളുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുന്നതിനായി സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ ആരംഭിച്ച പ്രോജക്റ്റാണ് ഓപ്പറേഷൻ മൈ സഹേലി. സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് പദ്ധതികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പോർട്ടൽ സുനീതി. സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് പദ്ധതികളുടെ ഭാഗമായി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പോർട്ടൽ സുനീതി. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രകാശനം ചെയ്ത എ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കൃഷ്ണ സക്സേന. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രകാശനം ചെയ്ത എ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കൃഷ്ണ സക്സേന. 2025 വിക്ഷേപിക്കുന്ന ISROയുടെ ശുക്രദൗത്യത്തിൽ പങ്കാളിയാകുന്ന ബഹിരാകാശ ഏജൻസി CNES. 2025 വിക്ഷേപിക്കുന്ന ISROയുടെ ശുക്രദൗത്യത്തിൽ പങ്കാളിയാകുന്ന ബഹിരാകാശ ഏജൻസി CNES. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് കൊല്ലം. കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ഫ്ലൈയിങ് സ്ക്വാഡുകൾ ആരംഭിക്കുന്ന കേരളത്തിലെ ജില്ല എറണാകുളം. കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ഫ്ലൈയിങ് സ്ക്വാഡുകൾ ആരംഭിക്കുന്ന കേരളത്തിലെ ജില്ല എറണാകുളം. ഇന്ത്യയുടെ സഹായത്തോടെ ക്യാൻസർ ഹോസ്പിറ്റലും ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിക്കുന്ന രാജ്യം മാലിദ്വീപ്. ഇന്ത്യയുടെ സഹായത്തോടെ ക്യാൻസർ ഹോസ്പിറ്റലും ക്രിക്കറ്റ് സ്റ്റേഡിയവും നിർമ്മിക്കുന്ന രാജ്യം മാലിദ്വീപ്. 2020 ഒക്ടോബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ച ഹിമാചൽ പ്രദേശിലെ ഹൈവേ ടണൽ അടൽ ടണൽ. 2020 ഒക്ടോബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ച ഹിമാചൽ പ്രദേശിലെ ഹൈവേ ടണൽ അടൽ ടണൽ. അടൽ ടണൽ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ മണാലി ടു ലാഹുൽ സ്പിറ്റി വാലി. അടൽ ടണൽ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ മണാലി, ലാഹുൽ, സ്പിറ്റി വാലി.
മഹാത്മാഗാന്ധിയുടെ 151 ജന്മവാർഷികത്തോടനുബന്ധിച്ച് റേഡിയോ പ്രിസൺ ആരംഭിച്ച ജയിൽ സബർമതി സെൻട്രൽ ജയിൽ. മഹാത്മാഗാന്ധിയുടെ 151 ജന്മവാർഷികത്തോടനുബന്ധിച്ച് റേഡിയോ പ്രിസൺ ആരംഭിച്ച ജയിൽ സബർമതി സെൻട്രൽ ജയിൽ. മികച്ച കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ടുഡേയുടെ ഹെൽത്ത് ഗിരി അവാർഡ് നേടിയ സംസ്ഥാനം കേരളം. മികച്ച കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ടുഡേയുടെ ഹെൽത്ത് ഗിരി അവാർഡ് നേടിയ സംസ്ഥാനം കേരളം. 2020 ഒക്ടോബർ 3 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആണവശേഷിയുള്ള ഭൂതല ബാലിസ്റ്റിക് മിസൈൽ ശൗര്യ. 2020 ഒക്ടോബർ 3 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആണവശേഷിയുള്ള ഭൂതല ബാലിസ്റ്റിക് മിസൈൽ ശൗര്യ. 2020 ഒക്ടോബറിൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് നാവിക അഭ്യാസം ബോങ്കോ സാഗർ. 2020 ഒക്ടോബറിൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് നാവിക അഭ്യാസം ബോങ്കോ സാഗർ. ആസാം ഗവൺമെന്റ് ആരംഭിച്ച പുതിയ പെൻഷൻ സബ്മിഷൻ ട്രാക്കിംഗ് പോർട്ടൽ കൃത്യഗത. ആസാം ഗവൺമെന്റ് ആരംഭിച്ച പുതിയ പെൻഷൻ സബ്മിഷൻ ട്രാക്കിംഗ് പോർട്ടൽ കൃതഗത. കേരളത്തിലെ ആദ്യത്തെ മെഗാ ഫുഡ് പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കഞ്ചിക്കോട്. കേരളത്തിലെ ആദ്യ മെഗാ ഫുഡ് പാർക്ക് ഉദ്ഘാടനം ചെയ്തത് കഞ്ചിക്കോട്. ഓക്കെ, ഇത്രയാണ് 2020 ഒക്ടോബറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. താങ്ക് യു.